ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6-7 ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ സ്മരണയിൽ രാജ്യം ഇന്ന് ദേശീയ തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നു. ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവ ചടങ്ങുകൾക്ക് ഇന്ന് രാത്രിയോടെ തുടക്കമാകും. ഇറാൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ജൂൺ 28-ന്. സെയ്ദ് ഇബ്രാഹിം റൈസിയുടെ വിയോഗത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് ആദ്യ പ്ലേ ഓഫ് മത്സരം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ശേഷിക്കുന്ന 2 ഘട്ടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ബീഹാറിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ഇന്നും നാളെയും ഉത്തർപ്രദേശിൽ അദ്ദേഹം പ്രചാരണം നടത്തും. വൈകുന്നേരം വാരാണസിയിൽ 25,000-ലേറെ വനിതകൾ പങ്കെടുക്കുന്ന പരിപാടിയെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ഇന്ന് വിവിധയിടങ്ങളിൽ പ്രചാരണത്തിലാണ്. ശനിയാഴ്ച 6ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മറ്റന്നാൾ പരസ്യ പ്രചാരണം അവസാനിക്കും. ജൂൺ 1-നാണ് അവസാനഘട്ട വോട്ടെടുപ്പ്. ജൂൺ 4-നാണ് 7 ഘട്ടങ്ങളുടെയും വോട്ടെണ്ണൽ നടക്കുക. ഇന്നലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പിൽ 60%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പശ്ചിമ ബംഗാളിലും കുറഞ്ഞ പോളിംഗ് മഹാരാഷ്ട്രയിലുമാണ്. രാജ്യത്ത് ഇതുവരെ 25 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 5 ഘട്ടങ്ങളിലായി 428 പാർലമെന്റ് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് പൂർത്തിയായത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം ചരമവാർഷിക ദിനമായ ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജീവ് ഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന ഡൽഹിയിലെ വീർഭൂമിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ന് ദേശീയ തീവ്രവാദ വിരുദ്ധ ദിനം. തീവ്രവാദത്തിന്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റിയും ഇത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഭീതിയെയും അരക്ഷിതാവസ്ഥയെയും കുറിച്ചും രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം. 1991-ൽ LTTE ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമവാർഷിക ദിനമായ മെയ് 21 എല്ലാ വർഷവും ഇന്ത്യയിൽ തീവ്രവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് KPCCയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദിനാചരണം തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവ് AK ആന്റണി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 28-ന് ഇറാനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും. പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് ഇടക്കാല പ്രസിഡന്റായി നിയമിതനായ മുഹമ്മദ് മൊഖ്ബർ, ജുഡീഷ്യറി ചീഫ്, പാർലമെന്റ് സ്പീക്കർ, വൈസ് പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് തിരഞ്ഞെടുപ്പ് തീയതി തീരുമാനിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുല്ല അലി ഖമേനിയാണ് വൈസ് പ്രസിഡന്റായിരുന്ന മുഹമ്മദ് മൊഖ്ബറിനെ ഇടക്കാല പ്രസിഡന്റായി നിയമിച്ചത്. ഇറാൻ പ്രസിഡന്റിന്റെ വിയോഗത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണമാണ്. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികൾ ഒഴിവാക്കി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 3 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലയോര മേഖലയിൽ ഉൾപ്പെടെ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വിശദാംശങ്ങളിലേക്ക്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും പത്തനംതിട്ടയിൽ നാളെയും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മെയ് 31 സംസ്ഥാനത്ത് കാലവർഷമെത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജില്ലകളിൽ പല പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഴ നിർത്താതെ പെയ്തതോടെ മണ്ണിടിച്ചിലും ചുമരിടിഞ്ഞു വീണ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. കളക്ടറേറ്റുകളും താലൂക്ക് ഓഫീസുകളും കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പും നിരീക്ഷിച്ചു വരികയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽ പോകുന്നതിന് വിലക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മഴ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള സെക്ഷൻ ഓഫീസിലോ 94 96 01 01 01 എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കണമെന്ന് KSEB അറിയിച്ചു. പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം പോത്തൻകോട് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. ഇടത്തറ വാർഡിൽ ശ്രീകലയാണ് മരിച്ചത്. മഴയിൽ കുതിർന്ന ചുമരാണ് ഇടിഞ്ഞു വീണത്. തുടർച്ചയായ മഴയിൽ പത്തനംതിട്ട ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ മതിൽ ഇടിഞ്ഞു. ക്ഷേത്രത്തിൽ നിന്നും പമ്പ നദിയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തിനും വടക്കേ ഊട്ടുപുരയ്ക്കും ഇടയ്ക്കുള്ള മതിലാണ് ഇടിഞ്ഞത്. പ്രദേശത്ത് കൂടുതൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി.
ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മൊറാൻ മോർ അത്തനേഷ്യസ് യോഹാൻ ഒന്നാമൻ മെത്രോപൊലീത്തയുടെ സംസ്കാര ചടങ്ങുകൾ തിരുവല്ലയിൽ പുരോഗമിക്കുന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അഡ്മിനിസ്ട്രേറ്റർ സാമുവേൽ മോർ തിയോഫിലോസ് എപ്പിസ്കോപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നിരണം സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ശുശ്രൂഷകൾക്ക് ശേഷം 1 മണിയോടെ ഖബറടക്കം നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന്റെ ചടങ്ങുകൾക്ക് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വൈവിധ്യമാർന്ന ചടങ്ങുകളാൽ സമ്പന്നമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും മഠങ്ങളിൽ നിന്നുമായി കൊണ്ടുവരുന്ന നെയ്യ് ഇന്ന് രാത്രിയോടെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യും. നാളെ അർദ്ധരാത്രിയോടെ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഭണ്ണാരം എഴുന്നള്ളത്ത് നടക്കും. ഭണ്ണാരം എഴുന്നള്ളത്തിന് ശേഷമാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. 11 മാസക്കാലം ആളും ആരവവുമില്ലാതെ കിടന്നിരുന്ന അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം ജൂൺ 17 വരെ ഭക്തജനങ്ങളെ കൊണ്ട് നിറയും. CPIM നേതാവ് EP ജയരാജനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതിപ്പട്ടികയിൽ നിന്നും കോൺഗ്രസ് നേതാവ് K സുധാകരനെ ഹൈക്കോടതി ഒഴിവാക്കി. കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സുധാകരൻ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ഉത്തരവ്. കേസിലെ പ്രതികളായ മറ്റ് 2 പേരെ ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി കോടതി തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 3 എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്താകെ ജില്ലാതലത്തിലും തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിലും സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കും. ഈ അക്കാദമിക് വർഷത്തെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. പുതിയ അധ്യയന വർഷാരംഭം കണക്കിലെടുത്ത് കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളിൽ സേഫ്റ്റി സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗൻ നിവാസൻ. മുൻ പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള 84 വിദ്യാലയങ്ങളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തും. തുടർന്ന് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലും CBSE ICSE വിദ്യാലയങ്ങളിലും ഓഡിറ്റ് നടത്തും. 100ഓളം പരിശീലകർ കാസർഗോഡ് ജില്ലയിൽ സ്കൂൾ സുരക്ഷാ ഓഡിറ്റ് നടത്തുന്നതിന്റെ ഭാഗമായി പ്രവർത്തിക്കും. 5 പേരടങ്ങുന്ന സംഘങ്ങൾ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പരിശോധന നടത്തി സ്കൂളുകളിലെ സുരക്ഷ ഉറപ്പാക്കും. കഴിഞ്ഞ വർഷം മുതൽ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നേർവഴി എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ടെന്നും കുട്ടികളുമായി നേരിട്ട് ബന്ധപ്പെട്ട് വിജയം ഉറപ്പാക്കിയ പദ്ധതിയാണിതെന്നും സ്കൂൾ സേഫ്റ്റി ഓഡിറ്റിന്റെ പരിധിയിൽ സമീപ പ്രദേശങ്ങളിലെ കടകളും ഉൾപ്പെടണമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. സ്കൂൾ സേഫ്റ്റി ഓഡിറ്റിൽ എക്സൈസ് പൂർണ്ണമായും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ പയ്യന്നൂർ പെരുമ്പയിൽ വീട് കുത്തി തുറന്ന് കവർച്ച. CH സുഹറയുടെ വീട്ടിലാണ് രാത്രിയിൽ കവർച്ച നടന്നത്. 75 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇരുനില വീടിന്റെ മുകളിലെ നിലയിൽ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോഴാണ് താഴെ മുറികൾ കുത്തി തുറന്ന് കവർച്ച നടന്നത്. വാതിൽ കുത്തി തുറക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതാവുന്ന കത്തിയും മുറിയിലുണ്ടായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകാർക്ക് സാങ്കേതിക സഹായം നൽകിയിരുന്നയാൾ കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ ക്രൈം അന്വേഷണ സംഘമാണ് പഞ്ചാബ് സ്വദേശി അർവിന്ദിനെ ഹരിയാനയിൽ നിന്നും പിടികൂടിയത്. IPL ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. 1ാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6-7 ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ സ്മരണയിൽ രാജ്യം ഇന്ന് ദേശീയ തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നു. ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവ ചടങ്ങുകൾക്ക് ഇന്ന് രാത്രിയോടെ തുടക്കമാകും. ഇറാൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ജൂൺ 28. സെയ്ദ് ഇബ്രാഹിം റൈസിയുടെ വിയോഗത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് ആദ്യ പ്ലേ ഓഫ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.